ഹായ്, ഇതാണ് നമ്മൾ ഇന്ന് കണ്ട സിനിമ. കവിൻ നയൻതാര പ്രധാന വേഷത്തിലെത്തുന്ന തമിഴ് ചലച്ചിത്രം ഹായ്. ഒരു കിഡിലൻ നൈസ് ഫീൽ ഗുഡ് പടം. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എനിക്ക് ഇത്രയും നന്നായിട്ട് ഇഷ്ടപ്പെടുമെന്ന്. ഞാൻ നയൻതാരയെ ഇത്രയും പ്രതീക്ഷിച്ചില്ല നന്നായിട്ട് ഈ സിനിമയിൽ അഭിനയിക്കുമെന്ന്. ആൻഡ് കവിനിൽ എനിക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷയുണ്ടായിരുന്നു. അത് എന്നെ സാറ്റിസ്ഫൈയും ചെയ്തിട്ടുണ്ടായിരുന്നു. കവിൻ നയൻതാരയുടെ കോംബോ, ആ റൊമാൻസ്, അവരുടെ ആ ഒരു ഹ്യൂമേഴ്സ് എല്ലാം നല്ല രീതിയിൽ വർക്ക്ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. ഈ സിനിമയിൽ ഏതാണ്ട് ഒന്നോ രണ്ടോ സ്ഥലത്തിൽ മാത്രമാണ് എനിക്കൊരു ചെറിയൊരു ഡൗണ് വേണ്ട എന്നുള്ളൊരു ഫീൽ ഒഴിച്ച് ബാക്കി എല്ലാം എന്നെ സാറ്റിസ്ഫൈ ചെയ്തു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പടമാണ്. ഞാൻ നിങ്ങളെ ഒരു സജസ്റ്റ് ചെയ്യും, നിങ്ങൾക്ക് സമയമൊക്കെ ഉണ്ടെങ്കിൽ ചുമ്മാ പോയി ടൈം പാസ് ചെയ്യാൻ പറ്റുന്ന ഒരു നൈസ് ഫീൽ ഗുഡ് പടമാണ് കവിൻ നയൻതാര ചിത്രമായ ഹായ്. ഇതിൽ വിഷ്ണു എടവനാണ് സംവിധാനം. ലോകേഷ് കനകരാജിന്റെ വൺ ഓഫ് ദ അസിസ്റ്റന്റ് ഡയറക്ടറിൽ ഒരാളാണ് വിഷ്ണു എടവൻ. പുള്ളി സിനിമയിൽ നിന്ന് തന്റേതായ ഒരു സിനിമ എടുക്കണമെന്ന് ലോകേഷിൽ നിന്ന് മാറിപ്പോകുന്നു. വളരെ താല്പര്യത്തോടെ പെർമിഷനൊക്കെ എടുത്ത് തന്നെയാണ് പോകുന്നത്, വളരെ റെസ്പെക്റ്റോടെ തന്നെയാണ് പോകുന്നത്. എന്നിട്ട് ചെയ്യുന്ന ആദ്യ പടമാണ് ഇത്. അപ്പൊ ഇതിൽ നായികയായിട്ട് വരുന്ന നയൻതാരയാണ്. അപ്പൊ ഇതിന്റെ പ്രൊഡക്ഷനും ചെയ്യുന്നത് നയൻതാരയും വിഘ്നേഷ് ശിവനുമാണ്. അപ്പോ ടു ബി ഓണസ്റ്റ്, നയൻതാരയും വിഘ്നേഷ് ശിവൻ ഈ പടം പ്രൊഡക്ഷൻ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് എല്ലേക്ക് ആയിരുന്നു. അതായത് പ്രദീപ് രംഗനാഥിനും കൃതി ഷെട്ടിയുള്ള ഒരു പടം വിഘ്നേഷ് ശിവന്റെ സംവിധാനത്തിൽ. ആ പടത്തിനെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോ അതുപോലെ വല്ല ആയിരിക്കുമോ എന്നുള്ള ഒരു പേടി എനിക്ക് ഉണ്ടായിരുന്നു. ബട്ട് ടോട്ടലി എന്നെ സാറ്റിസ്ഫൈ ചെയ്തു. കാരണം ഈ പടത്തിലെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയുന്നത്, വൺ ഓഫ് ദ ആളെന്ന് പറയുന്നത്, എനിക്ക് ഈ പടത്തിൽ അതായത് ഇതിന്റെ പാട്ടുകൾ റിലീസ് ചെയ്തപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാട്ടുകളൊക്കെ കൊള്ളാണ്. ജെൻ മാർട്ടിനാണ് മ്യൂസിക് കേട്ടോ. അതായത് കവിന്റെ മിക്ക പടങ്ങളിൽ ഈ ജെൻ മാർട്ടിനാണ് മ്യൂസിക് ചെയ്യാറ്. അപ്പൊ പുള്ളി നന്നായിട്ട് ഇതിലെ ഒരു പച്ചപ്പുള്ള എന്നൊരു പാട്ടുണ്ട്, ഇതിലെ കാതൽ ഇത് കുടികാര നെഞ്ച് അങ്ങനെ ഒരു പാട്ടുണ്ട്. അങ്ങനെ കുറെ പാട്ടുകളുണ്ട്. എല്ലാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട്, അതായത് ഈ പടത്തില് ഡൗൺ ആവേണ്ട ചില സിറ്റുവേഷനിൽ ആ ഒരു മ്യൂസിക് ബ്ലെൻഡ് ചെയ്ത് പുള്ളിക്കാരൻ നന്നായിട്ട് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പടത്തില് ഒരു കളർഫുൾ ആണ് ആ പടം. അതൊരു ക്ലാരിറ്റി ആയിട്ടിരിക്കും. ഇതൊരു 90s കാലഘട്ടം അല്ലെങ്കിൽ ഒരു പഴയ ആൾക്കാർക്കൊക്കെ ഇത് നല്ല റിലേറ്റബിൾ ആകും. കാരണം അങ്ങനത്തെ ഒരു കോമഡികൾ അല്ല അങ്ങനത്തെ ഒരു സീൻസുകൾ, റിലേറ്റബിൾ കാര്യങ്ങളൊക്കെ ഈ പടത്തിൽ വരുന്നുണ്ട്. അത് പടം കാണുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. പിന്നെ ഈ പുതിയ പയ്യന്മാർക്കും കാര്യങ്ങളൊക്കെ ചിലപ്പം ആ കോമഡി വർക്ക്ഔട്ട് ആവണമെന്നില്ല, ചിലപ്പോൾ അത് ക്യാച്ച് ചെയ്യാൻ പെട്ടെന്ന് പറ്റിയെന്നും വരില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതിൽ രാധിക ശരത് കുമാർ, നമുക്കറിയാം രാധിക, ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ള രാധിക ശരത് കുമാർ എന്ന് പറയുന്നത് പുള്ളിക്കാരി കിട്ടിയ ആക്ടറാണ്, ആക്ട്രസ് ആണ്. അതായത് ഇപ്പൊ നിങ്ങൾ തെറിയില് തളപതി വിജയുടെ അമ്മയായിട്ട് അഭിനയിക്കുന്നത് നിങ്ങൾ അറിയാം. ഇപ്പം വിശ്വനാഥൻ സൺസിൽ സൂര്യയുടെ അമ്മയായിട്ട് അഭിനയിക്കുന്ന ആൻഡ് പുള്ളിക്കാരിയുടെ ആ ഒരു ക്യൂട്ട്നെസ് ഉണ്ട്. ആ ഒരു അമ്മ ക്യാരക്ടറിൽ പുള്ളിക്കാരി ചെയ്യുന്ന ഒരു വിധമുണ്ട്. ആ ഒരു മെച്യൂർഡ് ആക്ടിങ് ഉണ്ട്. ആ ഒരു കോമഡിയൊക്കെ ഇതിലും കിടിലനായിട്ട് തന്നെ രാധിക ശരത് കുമാർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് വിഷ്ണു എടവൻ ഫസ്റ്റ് ഡയറക്ടോറിയൽ, ഞാൻ ആദ്യം വിചാരിച്ച പുള്ളി ലോകേഷിന്റെ അസിസ്റ്റന്റ് ആണല്ലോ, അപ്പൊ ഒരു മാസ് പടമായിരിക്കും വരുമെന്ന്. ബട്ട് എല്ലാത്തിനും ആ ജോണർ അപ്പാടെ ഷിഫ്റ്റ് ചെയ്ത് ഒരു റോം കോം പോലെ ഒരു ഫീൽ ഗുഡ് പടമാണ് എടുത്തിട്ടുള്ളത്. കവനെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു നടനാണ്. അതായത് കവൻ എപ്പോഴും ഈ ശിവകാർത്തികൻ നെൽസന്റെ കൂടെ ഒക്കെ നടക്കുന്ന ഒരു ആളെ പോലത്തെ ഒരാളാണ്. പുള്ളിക്കാരൻ ആ ഒരു ജെന്റിൽ ആയിട്ടുള്ള ഹമ്പിൾ ആയിട്ടുള്ള ഒരു നടനും കൂടെയാണ്. വളരെ ഫണ്ണായിട്ട് നെൽസന്റെ കൂടെ ഒക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ വളരെ ഫണ്ണാണ്. പുള്ളിക്കാരന്റെ ദാദയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പടം. പിന്നെ കിസ് എന്നൊരു പടമുണ്ട്, അതൊരു വെറൈറ്റി പടമാണ്. പിന്നെ അത് എനിക്ക് അധികം ആരും കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. പിന്നെ ബ്ലഡി ബഗ്ഗർ, അങ്ങനെ കുറെ സിനിമകൾ. വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരു ആക്ടറും കൂടെയാണ്. ബട്ട് ഒരു നല്ല രീതിക്ക് ഒരു പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു പടം ദാദയ്ക്ക് ശേഷം വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഒരു ഓവറോൾ പോപ്പുലർ ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് വേണം പറയാൻ. ബട്ട് ഒരു നല്ലൊരു ആക്ടറാണ് കവിൻ. ആൻഡ് ഈ സിനിമ ടോട്ടലി സാറ്റിസ്ഫൈ ചെയ്തു. അതിപ്പോ മ്യൂസിക് ആവട്ടെ, വിഷ്വൽ ആവട്ടെ, പിന്നെ പെർഫോമൻസ്. നയൻതാര ചില സമയങ്ങളിൽ സംസാരിക്കുന്നത് ഞാൻ മുന്നേ, അതായത് നയൻതാരയുടെ മുമ്പത്തെ കുറെ പടങ്ങൾ കാരണം നയൻതാരയുടെ അഭിനയത്തിനോടും ആ നയൻതാരയുടെ ഒരു ആറ്റിറ്റ്യൂഡിനോടും എനിക്കൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. കാരണം പുള്ളിക്കാരുടെ നല്ലൊരു പടങ്ങളൊന്നും വരുന്നില്ല. ഇപ്പൊ ഈവൻ ലാസ്റ്റ് ടോക്സിക്കിലും ഒന്നുമില്ല പടത്തില്. ടോക്സിക് നയൻതാരയ്ക്ക് ഇത് റായന്റെ ഗംഗ, അതായത് റോക്കി എന്ത് യാഷിന്റെ ചേച്ചിയായിട്ട് വരുന്നുണ്ടെങ്കിൽ ആ ഒരു സീനിലൊന്നും ഒരു മെച്യൂരിറ്റി തരുന്നില്ല. ഒരു എന്തോ ഒരു പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അത് എല്ലാവർക്കും അങ്ങനെയാണ്. ബട്ട് ഈ പടത്തിൽ ആ ഒരു ചെറിയൊരു നോട്ടങ്ങളാവട്ടെ, ഒരു സംസാരങ്ങളാവട്ടെ, ആ ഒരു പ്രണയ രംഗങ്ങളാവട്ടെ, ആ ഒരു ഹ്യൂമർ ആവട്ടെ, നന്നായിട്ട് തന്നെ നയൻതാര ചെയ്തിട്ടുണ്ടായിരുന്നു. ടോട്ടലി അങ്ങനെ നെഗറ്റീവ് ഒന്നും എടുത്ത് പറയാനോ പിടിക്കാനോ ഒന്നും ഇല്ലാത്ത ഒരു ഫീൽ ഗുഡ്, ഒരു സാധാ നൈസ് പടം, ഒരു ഫീൽ ഗുഡ്, ഒരു എന്റർടൈനർ പോലത്തെ പടം. ഒരു നല്ല കുറച്ച് ഹ്യൂമറൊക്കെ ഉള്ള, നല്ല ലവ് ഒക്കെ ഉള്ള, നല്ല ക്ലാരിറ്റി വിഷ്വൽസ് ഒക്കെ ഉള്ള, നല്ല മ്യൂസിക് ഒക്കെ ഉള്ള
ചുമ്മാ പോയി നമുക്കൊരു 2-2.5 മണിക്കൂർ ഒന്ന് ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് ഒരു എന്താ വെച്ചാൽ തൊട്ടവൻ പിടിച്ചവനും ചിരിച്ച് അങ്ങനെ ഒന്നുമില്ല. അത്യാവശ്യം നല്ലൊരു കോമഡികളൊക്കെ ഉള്ള, പിന്നെ പ്രഭു ഉണ്ട്, പ്രഭുയുടെ ഇമോഷണൽ സീനൊക്കെ നന്നായിട്ടുണ്ട്. ടോട്ടലി എന്നെ ഒരു സാറ്റിസ്ഫൈ ചെയ്ത ഞാൻ തികച്ചും പടം എന്തായാലും അതായത് പടം എന്തായാലും കൊള്ളൂല എന്നുള്ളൊരു തോട്ട് എനിക്ക് ഉണ്ടായിരുന്നു. കാരണം പേഴ്സണലി ആണ് ഞാൻ, നമ്മൾ ചില പടങ്ങളൊക്കെ കാണാൻ പോകുമ്പോൾ നമുക്ക് ഈ പടം ഇങ്ങനെ നമുക്കൊരു എക്സ്പെക്ടേഷൻ, അപ്പൊ എനിക്കും ആ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. ബട്ട് അത് ചിലപ്പോൾ അങ്ങനെ പോയത് കൊണ്ടായിരിക്കാന്ന് അറിഞ്ഞൂടാ, എനിക്ക് നന്നായിട്ട് സാറ്റിസ്ഫൈ ചെയ്തു, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പടം. ഞാൻ അങ്ങനെ എല്ലാ പടവും അങ്ങനെ നെഗ് അല്ലെങ്കിൽ പിന്നെ നമ്മളൊരു സിനിമയ്ക്ക് പോകുമ്പം ഈ പടം ചിലപ്പോ ജയിക്കടേ, ഇത് പോരായിരിക്കും, അങ്ങനെ നമ്മളൊരു ചിന്തയിൽ പോകുമല്ലോ. ബട്ട് ആ ചിന്ത വെച്ചല്ല ഞാൻ അതിനുശേഷം റിവ്യൂ ഇടുന്നത്. പടത്തിൽ എന്താണ് എനിക്ക് കിട്ടുന്നത്, പേഴ്സണലി എനിക്ക് വർക്കൗട്ട് ആയില്ല, ഇത് കൊള്ളാം. അപ്പൊ എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആയിരിക്കും ഞാൻ ജെന്യൂൻ ആയിട്ട് റിവ്യൂവിൽ ഇടുന്നത്. അതിൽ ഇപ്പൊ മാറ്റവും ഇല്ലായിരുന്നു, ഇനി മാറ്റങ്ങളും ഇല്ല. അപ്പോൾ എനിക്ക് ഒരു ടോട്ടലി സാറ്റിസ്ഫൈ ആ ഒരു ഫീൽ ഗുഡ് എന്റർടൈനർ ആയിട്ട് തന്നെയാണ് ഹായ് തോന്നിയത്. നിങ്ങൾക്ക് എങ്ങനെയാണെന്നും കൂടെ ഒന്ന് കണ്ടിട്ടൊന്ന് കമന്റ് ചെയ്തേക്ക്. അപ്പൊ ഇതുവരെയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. ലൈക്ക്, കമന്റ്, ഷെയർ, ഹൈപ്പ് എല്ലാം ചെയ്ത് നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാവണം ഗൈസ്. അപ്പൊ ലൈവ് യു.